ഒരു രസം, ഇന്ന് വരെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ KPCC പ്രസിഡന്റിനെ കാണാത്തൊരു തെരഞ്ഞെടുപ്പ്. ഇത് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നു. ഇപ്പൊ KPCC പ്രസിഡന്റ് പ്രളയകാലത്തെ ഫണ്ടും തട്ടിച്ചു എന്നാണ് ഇപ്പൊ നമ്മൾ ഈ ശവം തൂക്കികൾ എന്നുള്ള വാക്ക് വളരെ വൈറലായല്ലോ. ഈ കോൺഗ്രസിന്റെ ആപ്പ് എന്ന് പറയുന്നത് അതൊരു ആപ്പ് തന്നെയാണ്. ജീവനക്കാരോട് ഇവർ പറഞ്ഞു, നിങ്ങൾ CMDRFിൽ പണം കൊടുക്കരുത്. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ചർച്ച ചെയ്യുന്നത് പ്രാധാന്യം കൊടുത്ത് കാണുന്നത് വികസനത്തിനെയാണ്. ഇവരേത് കള്ളപ്രചരണം നടത്തിയാലും, കാരണം വികസനം ജീവിക്കുന്ന ഉദാഹരണം. UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം മത്സരിക്കുന്ന AYFിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിസ്മോനെതിരാണ്. ഉറപ്പായി അവിടെ രമേശ് ചെന്നിത്തല തോക്കും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ പ്രചരണത്തിലേക്കൊന്ന് തിരിച്ചു നോക്കുമ്പോൾ നിരവധി പ്രചരണ വിഷയങ്ങളുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ കണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ അടുത്ത 5 വർഷം എങ്ങനെയാവണമെന്നുള്ള വികസന സങ്കല്പത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ UDFും BJPയും ഒരു രീതിയിലും അനുവദിക്കാതിരിക്കാനായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് അവർ ശ്രദ്ധിച്ചത്. അതുമാത്രമല്ല സാർ, അവരുടെ പ്രകടന പത്രിക യഥാർത്ഥത്തിൽ LDFിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രിക കോപ്പിയാണ്, വേറെ പുതുമയൊന്നുമില്ല. രണ്ട്, ഈ കഴിഞ്ഞ സമയത്ത് നടന്ന കാര്യങ്ങളിലേക്കാണ് മനുഷ്യരുടെ ശ്രദ്ധ പോകരുത്. ഈ നാട്ടിൽ എന്തെല്ലാം നല്ലത് നടന്നു, എന്തെല്ലാം വികസനം, റോഡുണ്ടായി, പാലമുണ്ടായി, ഇതിലേക്കൊന്നും ചർച്ചയില്ല. നാളെ ഇന്നത് ഉണ്ടാവണമെന്നും ചർച്ചയില്ല. പക്ഷേ ഇവരേതെല്ലാം മൂടി വെച്ചാലും എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും മറച്ചു വെക്കാൻ കഴിയാത്ത ചില സത്യങ്ങൾ പുറത്തു വരും. അപ്പോൾ ഇന്നിപ്പോൾ പത്രത്തിൽ കണ്ടൊരു വാചകം, നാട്ടികയിലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പറയുന്നു 8 കോടി രൂപ അല്ലേ. മണലൂരിലെ ഇപ്പോൾ അവർ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ. ആ TN പ്രതാപൻ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ, നാട്ടികയിലും കയ്പമംഗലത്തുമായി, ഏകദേശം 1 ലക്ഷം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. അപ്പോൾ ഈ 2 മണ്ഡലത്തിലായി കോൺഗ്രസിൻ്റെ വോട്ട്, ഇദ്ദേഹത്തിന് ചില പ്രത്യേക ബന്ധങ്ങളുണ്ടെന്നുള്ളത് TN പ്രതാപനുമായിട്ട് വരുമ്പോൾ നോക്കിക്കോളും. സാധാരണ ഒരു കോൺഗ്രസ് നേതാവ് അല്ല. അപ്പോൾ ആ വോട്ടുകൾ മറിച്ച് സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ 7 കോടി രൂപ മേടിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ 8 കോടി രൂപ മേടിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പറയുന്നു. കോൺഗ്രസിനകത്തെ തർക്കമാണ്. ഇതേ സമയം നമ്മൾ നോക്കുമ്പോൾ ഹരിയാനയിൽ കൊടിക്കുന്നിൽ സുരേഷും അല്ലെങ്കിൽ രാഹുലും വേണുഗോപാലും പ്രിയങ്കയും ഒക്കെ ബന്ധപ്പെടുന്ന നേതൃത്വം പണം മേടിച്ചതിനെ പറ്റിയിട്ടുള്ള കേസ് നിലനിൽക്കുന്നു. 7 കോടി രൂപ. ഇന്നലെ ഇപ്പോൾ സംഭവിച്ച കാര്യം, അതിൻ്റെ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നു പരാതിക്കാരിയുടെ ഭർത്താവ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ കാണിക്കുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, പണം മേടിച്ച് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിനെ ഭരിക്കുന്നു. 2, തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ മേടിച്ച് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ വോട്ടുകൾ മറുപുറത്ത് കൊടുത്ത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് ജയിപ്പിച്ചിട്ട് തൃശ്ശൂരിലെ ഡീലാന്ന് പറയുക. അതെ സാർ, അതിന് മുമ്പ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് നുസൂറോ അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ടോ? അദ്ദേഹം പ്രളയകാലത്തെ ഫണ്ടും തട്ടിച്ചു എന്നാണ്. ഇപ്പം നമ്മൾ ഈ ശവം തൂക്കികൾ എന്നുള്ള വാക്ക് വളരെ വൈറലായല്ലോ. യഥാർത്ഥത്തിൽ വയനാട് ഫണ്ട് തട്ടിപ്പോയി ബന്ധപ്പെട്ട് M സ്വരാജ് പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ അതിന് പിന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രളയകാലത്ത് ഇതുപോലൊരു ആപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഫണ്ട് ശരിക്കാനൊരു സംവിധാനം ഉണ്ടായിരുന്നു, അവിടെയും മുഖ്യമെന്നാണ്. ഇനിയിപ്പോൾ ഇവിടെ പണം കണ്ടാലും കൊണ്ടുപോകും. അതല്ല, UDFിൻ്റെ സ്വഭാവം എവിടെ പണം കണ്ടാലും അടിച്ചു മാറ്റും. ഈ കോൺഗ്രസിൻ്റെ ആപ്പ് എന്ന് പറയുന്നത് അതൊരു ആപ്പ് തന്നെയാണ്. അത് ജനത്തിനെ അതുകൊണ്ടാണ് ഈ 2.5 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഖജനാവിൻ്റെ താക്കോൽ എങ്ങനെ UDFിന് കൈമാറും എന്നുള്ള വലിയ പൊതുചർച്ച വന്നു. അത് ഇപ്പം വളരെ വ്യക്തമല്ലേ. കോൺഗ്രസിൻ്റെ ഈ ദുരിതാശ്വാസ ഫണ്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ദിവസം നോക്കുമ്പോൾ ഫണ്ടിനകത്ത് 45-55 ലക്ഷം കോടി. ഇതെല്ലാം ഫണ്ട് ശേഖരണം പൂർത്തിയായി എന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റ് പറയുമ്പോൾ അത് 5.38 കോടി രൂപ. അത് മാത്രമല്ല, പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകൾ എന്തെങ്കിലുണ്ട്. ഒരു വിദേശ കമ്പനികൾ കൊടുത്തത്, സർവീസ് സംഘടനകൾ കൊടുത്തത്, അത് മാത്രം ഏകദേശം 4 കോടി വന്നു. പിന്നെ ബാക്കി ആരും പണം കൊടുത്തില്ലേ അവർക്ക്. എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ സർവീസ് സെക്ടറിലായിരുന്നല്ലോ ആ സമയത്ത്. ജീവനക്കാരോട് ഇവർ പറഞ്ഞു, നിങ്ങൾ CMDRFിൽ പണം കൊടുക്കരുത്, മുഖ്യമന്ത്രിയുടെ കൊടുക്കരുത്. അതെല്ലാം KPCC. അങ്ങനെയും പണം കിട്ടി. എത്രയും നമ്മുടെ സുഹൃത്തുക്കൾ പണം കൊടുത്തു. അപ്പോൾ അതൊരു കൊള്ള സംഘമാണെന്നുള്ള പറഞ്ഞൊരു കാര്യമാണ്. അതായത് മുസ്ലിം ലീഗിന് മാത്രം 44 കോടി പിരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഇതുള്ള സീറ്റുള്ള കോൺഗ്രസ് പാർട്ടിക്ക് 5.38 കോടിയാണെന്ന് പറയാൻ സണ്ണി ജോസഫിൻ്റെ ആ ഒരു തൊലിക്കട്ടിയും കോൺഗ്രസിൻ്റെ കാപട്യവും എത്ര വലുതാന്നുള്ളതിലാണ്. ഇനി ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കൂട്ടരെ എങ്ങനെയാണ് ഭരിക്കാൻ ഏൽപ്പിക്കുക. അപ്പോൾ ഇത് പറയുമ്പം ഇത് ഒരു കോൺഗ്രസിൻ്റെ മാത്രം സ്ഥിതിയാണെന്ന് നോക്കണ്ട. BJPയുടെ സ്ഥിതിയുണ്ട്.
BJP ഒരു പ്രധാനമന്ത്രിയുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം നടക്കുന്നു. നമ്മളെന്താ അനുഭവിക്കുന്നത്? നമ്മുടെ ആളുകൾക്ക് അവിടെ ചെറിയ പരിക്കുകൾ പറ്റുന്നു, ചിലർ മരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതിന് പുറമേ ഇവിടുന്ന് ഇത്രയും കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ ഗ്യാസ് ഇല്ല, ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു, തട്ടുകട പോലും പ്രവർത്തിക്കുന്നില്ല. ഒരു യുദ്ധമുണ്ടായാൽ ഇതൊക്കെ സംഭവിക്കുമെന്നും ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള അതിനകത്ത് അഖിലേന്ത്യാ ഊർജ്ജ സമിതി ഉണ്ട്, ഒരു കമ്മീഷനാണത്. അഖിലേന്ത്യ അല്ല, ഇൻ്റർനാഷണൽ. അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 90 ദിവസത്തേക്കുള്ള കരുതൽ സൂക്ഷിക്കണം. അത് പെട്രോളിയം, ഡീസൽ, പാചകവാതകം, നാഫ്തൽ ഉൾപ്പെടെയുള്ള ഇത്തരം പെട്രോൾ ഉൽപ്പന്നങ്ങൾ. ഇത് സൂക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സൂക്ഷിച്ചിരുന്ന കമ്പനികൾ പോലും നമ്മളെ കപ്പലുകൾ കടലിലാണ് സൂക്ഷിക്കുന്നത്. അത് കൊണ്ടുവരാനോ അവർ വില കൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് നമ്മൾ കേരളത്തിലും ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പം അതിൻ്റെ പ്രശ്നം ബോധ്യപ്പെടാത്തത്. മറ്റ് സംസ്ഥാനങ്ങൾ വലിയ പ്രശ്നം. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വാർത്തകൾക്കിടയിൽ ഈ വാർത്തകൾ മുങ്ങിപ്പോകുന്ന നമ്മൾ കാണാത്ത ഗുരുതരമായ പ്രശ്നം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ ഒരു താരതമ്യം വരുന്നത്. ഇപ്പോൾ കേരളം വലിയ വെള്ളപ്പൊക്കം വന്നു, കോവിഡ് വന്നു. ഇതൊക്കെ വന്നപ്പോൾ ഒരു ജോലിയും ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കാനോ വ്യാപാരം നടക്കാനോ ഒന്നും മേലാത്ത സാഹചര്യത്തിലും അത്തരം ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു ഭരണകൂടം എന്ത് ചെയ്തു? വളരെ കൃത്യമായി ഒരാൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരാതിരിക്കാൻ, ഒരാൾക്ക് മരുന്ന് വരാത്ത അവസ്ഥ വരാതിരിക്കാൻ, ഒരാളെ ശുശ്രൂഷ കിട്ടാതെ പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ ഒരു ഭരണകൂടം ആ സമയത്ത് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധം വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിൽ 90 ദിവസത്തേക്ക് കരുതൽ സൂക്ഷിക്കേണ്ട ഗവൺമെൻറ് അതിനും അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ വേണം ജനങ്ങൾക്ക് ഈ സമയത്ത് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഗ്യാസും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി യുദ്ധകാല അടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കണ്ടേ? പക്ഷെ അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ എന്തു വേണം? ജനങ്ങളോട് പ്രതിബദ്ധത വേണം. ഇവിടുത്തെ ഒരൊറ്റ വ്യത്യാസം അതാണ്. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഈ എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോഴും അതിനെ നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നേയില്ല കേന്ദ്രം. അവരിപ്പോഴും നിൽക്കുന്നത് എവിടെയാണ്? അവരിപ്പോഴും നിന്ന് ഇവിടെ പ്രധാനമന്ത്രി ഒന്ന് പറഞ്ഞത് എന്താ? അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ വരുന്നത് എല്ലാ വീട്ടിലും കക്കൂസ് കൊടുക്കും, കുടിവെള്ളം പൈപ്പ് ലൈൻ എത്തിക്കും. അതിനകത്ത് ഈ തെക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയ BJP നേതാക്കന്മാർ യഥാർത്ഥത്തിൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കറണ്ട് കട്ടില്ലാത്ത സംസ്ഥാനം, വൈദ്യുതി കട്ടില്ലാത്ത സംസ്ഥാനം, നേരത്തെ പോലെ എല്ലാവർക്കും ഗ്യാസ് എന്ന് വെച്ചാൽ ഇത് ഉത്തരേന്ത്യയിൽ പറയുന്ന പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ഇവരത് മലയാളത്തിലൂടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്, ഹിന്ദിയിൽ എഴുതിയിട്ട്. അത് വിശ്വസിക്കുന്ന വിഡ്ഢികളാണ് ഇവിടുത്തെ BJPക്കാർ. പക്ഷേ ഇപ്പോൾ അതിനകത്ത് വലിയ മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ പറയാം, 2021 തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്തെല്ലാം ചർച്ച, ബിരിയാണി ചെമ്പിൽ സ്വർണം എന്ന് പറയും. സ്വർണ്ണ കള്ളക്കടത്ത് ഏറ്റവും വലിയ ചർച്ച. ശിവശങ്കർ സാർ ജയിലിലാകുന്ന സമയം. എന്നിട്ട് നമ്മൾ അല്ല, അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അത്രയും എന്നിട്ട് 99 സീറ്റ് കിട്ടി. ഇപ്പോൾ ആലോചിക്കണം, ഇപ്പോൾ UDFിൻ്റെയും BJPയുടെ നേതാക്കന്മാർ, UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം മത്സരിക്കുന്ന AYFിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിസ്മോനെതിരാണ്. ഉറപ്പായി അവിടെ രമേശ് ചെന്നിത്തല തോക്കും. ഇപ്പോൾ വരുന്ന കണക്കുകളാണ്. അവിടെ രമേശ് ചെന്നിത്തല തോക്കാൻ പറയുന്ന കാരണം LDFിൻ്റെ മുന്നോട്ട് പോക്കല്ല മാത്രമല്ല, ഒരു യുവാവ് വന്ന് മത്സരിക്കുന്നത് മാത്രമല്ല, കോൺഗ്രസിനകത്ത് തന്നെ ഹരിപ്പാട് സീറ്റ് വിട്ടുകൊടുക്കുന്നില്ല, അവിടെ വികസനം വന്നിട്ടില്ല എന്ന് വലിയ ചർച്ച. തൊട്ടപ്പുറത്ത് VD സതീശൻ. ആലോചിക്കണം, ടൈസൺ മാസ്റ്റർ എന്തുമാത്രം മുന്നോട്ട് പോയി എന്ന്. ജനങ്ങൾക്കൊരു ആവേശമാണ്. ഇപ്പം ഞാൻ ഇന്നലെ അവിടെ പോയി, നമ്മുടെ കിഷോർ അവിടെ പ്രചരണം കഴിഞ്ഞ് തിരിച്ചു വന്നു. ജനങ്ങൾക്കൊരു വലിയ ആവേശമാണ്. എങ്ങനെയും VD സതീശനെ തോൽപ്പിക്കണം. 25 വർഷം VD സതീശന് അവിടെ ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവിടുത്തെ തീരപ്രദേശത്തെ ജനങ്ങളെല്ലാം വലിയ ആവേശത്തോടുകൂടി LDFിൻ്റെ നേതാക്കന്മാരെ സ്വീകരിക്കുകയാണ്, LDFിൻ്റെ പ്രവർത്തകരെയും സ്ഥാനാർത്ഥി സ്വീകരിക്കുകയാണ്. ഇത് വലിയ സണ്ണി ജോസഫ് എന്നല്ലേ KPC പ്രസിഡന്റ് പേര്. അതിനകത്ത് ഒരു രസം, ഇന്ന് വരെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ KPCC പ്രസിഡന്റിനെ കാണാത്തൊരു തെരഞ്ഞെടുപ്പ്. ഇത് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നു. KPCC പ്രസിഡന്റ് മാത്രമല്ല, VD സതീശനെയും രമേശ് ചെന്നിത്തലയും തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആയിരുന്നു. ഇപ്പൊ അവരെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഷാഫി പറമ്പിലാണ്. ആലോചിക്കണം, എന്ത് തരത്താണ് പോയി എന്നുള്ളതാണ്. അവർ രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ഷാഫി പറമ്പിലാണ് അവരെ സ്റ്റാർ ക്യാമ്പയിനർ. അതൊരു വലിയ സ്ഥിതിയാണ്. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമുക്ക് ഒരു പഴയ സിനിമയുണ്ട്, അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ പോക്കറ്റടി പഠിപ്പിക്കാൻ
നമുക്കാണ് ഇന്നൊരു സംവിധാനമില്ലാത്തത്. പുറം രാജ്യങ്ങളിലൊക്കെ ഈ സ്കൂൾ ഉണ്ടായിരുന്നെന്ന് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞ പോലെയാണ്. പാലക്കാട് ഒരു പ്രത്യേക സ്കൂളാണ്. ഇപ്പോൾ പാലക്കാട് MLA കുടുങ്ങിയ കേസ് ഒന്ന്, പാലക്കാട് മുനിസിപ്പൽ കൗൺസിലുള്ള ആൾ കുടുങ്ങിയതും ഒരേ തരം ഇതാണ്. ഇതിലൊക്കെ അവരെന്താ പറയുന്നത്? ഇതിലെ അതിജീവിതകൾ പറയുന്നത് ഈ ക്രൂരമായ പീഡനം നടത്തുന്നു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞുള്ള ഭീഷണിയാണ്. ഇത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും. എൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? എൻ്റെ കൂടെ ദാണ്ടെ ഷാഫി പറമ്പിൽ MP ഉണ്ട്, എൻ്റെ കൂടെ ശ്രീകണ്ഠനുണ്ട്, നിനക്ക് അച്ഛനും അമ്മയും പോലും. സത്യത്തിൽ ജയചന്ദ്രൻ, അതല്ലേ കഷ്ടപ്പാട്? അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പെൺകുട്ടിയെ, ലോകത്താരും സംരക്ഷിക്കാനില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് പറയുകയാണ്, നിനക്ക് വേണ്ടി പറയാനും ചോദിക്കാനും ആരും ഉണ്ടാവില്ല. എൻ്റെ വീഡിയോ കോളിൽ കാണിക്കുകയാണ്. ആ ഷാഫി പറമ്പിലാണ് ഇപ്പൊ സ്റ്റാർ ക്യാമ്പയിൻ. VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവർ അതാത് മണ്ഡലങ്ങളിൽ ഒതുങ്ങി. അവർ പരാജയപ്പെടും. UDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായി. അതിനകത്ത് മറ്റു കാര്യങ്ങൾ ആലോചിക്കണം. ഇതുപോലെ തന്നെയാണ് BJPയുടെ ക്യാമ്പയിൻ. സാർ ഇപ്പോൾ എവിടെയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? BJPയുടെ ക്യാമ്പയിൻ ഈ അവസാന ദിവസങ്ങളിൽ രംഗത്തേ ഇല്ല. അണ്ടർഗ്രൗണ്ട് പേടിക്കണം. അവർ നേരത്തെ പറഞ്ഞ UDFിൻ്റെ പ്രചരണ ഘട്ടങ്ങളിൽ നല്ല പണം, അവർ നേരത്തെ പറഞ്ഞ ഈ വെട്ടിച്ച പണം, ഹരിയാനയിൽ വാങ്ങിയ പണവും ഇങ്ങനെ പല മണ്ഡലങ്ങളിലും പല രീതിയിൽ പണം സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അവർ വെട്ടിച്ച പണമുണ്ട്. വയനാട് ദുരന്തത്തിൻ്റെ പണം എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ തരം അതൊരു കാര്യം ഉറപ്പാണ്. വയനാട് ഫണ്ടിന്റെ ഈ പറഞ്ഞ കണക്ക് എവിടെ പോയി? അത് കൃത്യമായി നമ്മുടെ മുന്നിൽ പോസ്റ്ററായി, ബാനറായി, മൈക്ക് അനൗൺസ്മെന്റായി, ഈ ഇതിന്റെ കിങ്കരന്മാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന പണമായി വളരെ കൃത്യമായി ആ വയനാട് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ BJPയുടെ നമ്മൾ BJPയുടെ ഫണ്ടിനെ സംബന്ധിച്ച് നമുക്ക് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര പോഷല്ല. പക്ഷെ അപകടം അവിടെ അല്ല. ഇവരെല്ലാപ്പോഴും ഇപ്പം കണ്ടില്ലേ, ദേവൻ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി പാരിതോഷികം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഉത്തരേന്ത്യയിലെ രീതിയാണ്. ഈ പ്രബുദ്ധരായ കേരളത്തിൽ അത് നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്നാലും സൂക്ഷിക്കണം. തിരുവനന്തപുരം നഗരസഭ പിന്നെ മറ്റ് ചില അജണ്ടകളുടെ ഭാഗമായി അത് ഡീലാണെന്ന് വളരെ വ്യക്തമല്ലേ? ഇപ്പം മറ്റു കാര്യം, തിരുവനന്തപുരം നഗരസഭയിൽ വോട്ട് ചെയ്ത് BJPക്ക് വോട്ട് ചെയ്ത് നമ്മുടെ വോട്ടർമാർ മനസ്സിലായി എന്താണ് BJP എന്ന് മനസ്സിലായി. എന്തെല്ലാം പറഞ്ഞിട്ടാണ് അവർ വോട്ട് ചെയ്യുക. ഒളിമ്പിക്സ് കൊണ്ടുവരും, 45 ദിവസത്തിനകത്തും പ്രധാനമന്ത്രി വന്ന് ഇവിടെ ഈ നഗരത്തെ ഒരു സിംഗിൾ കാര്യം ചെയ്യാൻ സാധിക്കും. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? K. മുരളീധരനാണ് കോൺഗ്രസിന്. K. മുരളീധരൻ കേന്ദ്രീകരിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ ആർക്ക് ഗുണം കിട്ടി? BJP കിട്ടി. അപ്പൊ കേരളത്തിൽ ഒരു കോർപ്പറേഷൻ BJPക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വം വളരെ വിജയകരമായി ഇപ്പൊ വട്ടിയൂർക്കാവ് കാണുന്നത് നമ്മൾ അത് തന്നെയാണ്. അതിനകത്ത് ശ്രീലേഖയെ സൈലന്റ് ആക്കി നിർത്തുന്നു. പക്ഷെ എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് അറിഞ്ഞൂടാ. അവിടെ VK പ്രശാന്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ആദ്യത്തെ സംശയമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ചെയ്ത് വികസനപ്പെടുന്നു. നമുക്കൊരു സന്തോഷമുള്ളത്, ഈ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ ജനത വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ 10 കൊല്ലം LDF ഗവൺമെൻറ് ഈ നാട്ടിൽ ചെയ്ത നന്മകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇവരെ ഉടായ്പകളൊന്നും UDFിൻ്റെ ഉടായ്പകളൊന്നും വിലപ്പോവില്ല എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവരെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എല്ലാം മണ്ഡലങ്ങളിൽ ഒതുങ്ങി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നിരവധി മാധ്യമങ്ങൾ അവരുടെ ഈ സ്റ്റഡിയൊക്കെ നടത്തി. ഈ സ്റ്റഡി എല്ലാം 100% അത് സാമ്പിളിങ് പോലാണ് ഏത് സ്ട്രാറ്റജിക്കൽ സ്റ്റഡിയും വരുന്നത്. എന്തുമായിക്കോട്ടെ. പക്ഷേ സമാനമായൊരു സ്വഭാവം കാണുന്നത് എന്താ? LDFിന് മുൻതൂക്കം കാണുന്നു. അല്ല, LDFിന് മുൻതൂക്കം കാണുന്നുള്ള ഒരു വശം. മറുവശം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ചർച്ച ചെയ്യുന്നത്, പ്രാധാന്യം കൊടുത്ത് കാണുന്നത് വികസനത്തിനെയാണ്. ഇവരേത് കള്ളപ്രചരണം നടത്തിയാലും, കാരണം വികസനം ജീവിക്കുന്ന ഉദാഹരണം. ഇന്നലെ വേറൊരു പച്ചക്കള്ളം പറഞ്ഞു. നരേന്ദ്രമോദിയാണ് പറഞ്ഞത്, ആലോചിക്കണം. ദേശീയപാത കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊണ്ടാണെന്ന്. 5800 കോടി രൂപ ഇന്ത്യയിൽ ഒരേ ഒരു സ്ഥലത്താണ് ദേശീയപാത വികസനത്തിൻ്റെ സംസ്ഥാന ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചത്. അത് കേരളത്തിലാണ്. അത് മറച്ചു വെച്ചു. ആലോചിക്കണം. പ്രധാനമന്ത്രിയാണ് വന്ന് കള്ളം പറയുന്നത്. ആലോചിക്കണം. ലജ്ജയില്ലാതെ. നമ്മളിപ്പോൾ ഈ പ്രധാനമന്ത്രി പ്രോഗ്രാം നടത്തിയപ്പം ഈ പണിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന PWD മന്ത്രിയെ മാറ്റി. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാർ പോയില്ല. അപ്പം ഇത് പറയേണ്ടടുത്ത് പറയാനും ചോദിക്കേണ്ടടുത്ത് ചോദിക്കാനും BJPയുടെ നേരെ വിരൽ ചൂണ്ടി അതിലൊരു രാഷ്ട്രീയ നേതാവിനെ തരംതാണ വാക്ക് മരുമോൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ അത്ര ഒരു രാഷ്ട്രീയ പക്വതയെ BJP നിലവാരം ഞാൻ സൂചിപ്പിച്ചത് BJPയുടെ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്താൽ ആ പ്രധാനമന്ത്രിയുടെ നേരെ തുഴക്കി, നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളുമാണ് കേരളത്തിലുള്ളത്. അതിന് കാരണം എന്താ നമുക്ക് വ്യക്തം. എന്താ കാരണം? ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളം എന്ന് പറയുന്നത്, മലയാളി എന്ന് പറയുന്നത്
ഒരു പരമാധികാരിയുടെ മുന്നിൽ അത് എത്ര വലിയ ഏകാധിപതി ആവട്ടെ, അയാളുടെ കയ്യിൽ എന്തെല്ലാം അധികാരം. അതാണ് വി ഡി സതീശന്റെ ധാർഷ്ട്യത്തിന് കൊടുക്കാൻ മലയാളികൾ കൊടുക്കാൻ പോകുന്ന മറുപടി തന്നെ. അല്ല, അങ്ങനെയുള്ള മുന്നിൽ നട്ടെല്ല് വളയ്ക്കാൻ തയ്യാറാവാത്തതാണ്. നമുക്ക് പണം തരാതിരുന്നു, നമ്മളെ സഹായിക്കാതിരുന്നു, നമ്മളെ കഷ്ടപ്പെടുത്തി. എയിംസ് പോലെ നമുക്ക് കിട്ടേണ്ട ന്യായമായ അവകാശം തന്നില്ല. അതിനകത്ത് പ്രകടന പത്രികയിൽ എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറയുകയാണ്. 27 സംസ്ഥാനങ്ങളിൽ എയിംസ് വന്നു, കേരളത്തിൽ മാത്രമാണ് ഇല്ലാതെ. എന്നിട്ട് ആലുകൂടെ ഇത് ആരെയാണ് വിഡ്ഢിയാക്കാൻ? എനിക്ക് തോന്നുന്നത് സാർ, ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി 100 സീറ്റിലധികം LDF നേടും. UDF പ്രധാനപ്പെട്ട കക്ഷികൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവർ തോക്കും. പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. ഇല്ല, ആകെ എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ കോൺഗ്രസ് നേതൃത്വത്തിനോട്. ഇപ്പോൾ സതീശൻ പറഞ്ഞതൊക്കെ മറന്നുപോയി കാണും, പക്ഷേ എന്നാലും ആരും ഓർമ്മിപ്പിച്ച്, ഇനി അദ്ദേഹം പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, വനവാസത്തിന് പോകരുത്. കാരണം രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ആവേശത്തിന് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് മാറാൻ കടുത്ത ഒരു ആത്മവിശ്വാസത്തിൽ പറഞ്ഞു. കാരണം അദ്ദേഹം പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവായി. അല്ല, വനവാസത്തിന് പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആകാതിരുന്നാൽ നിവർത്തിയില്ലല്ലോ. KPCC പ്രസിഡന്റും അല്ല, MLA ആവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വനവാസത്തിന് പോകാൻ കഴിയുള്ളൂ. യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയത്, കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ തനതായ വ്യക്തിത്വം, അവരുടെ നട്ടെല്ല് ഉയർത്തിപ്പിടിച്ച് നിന്ന് മുൻകാലങ്ങളിലെ പോലെ ഈ ലോകത്തിന് മുഴുവൻ മാതൃക കൊടുക്കാൻ കഴിയുന്ന ബാലറ്റിലൂടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇവിടുത്തെ മതേതര ശക്തികൾക്ക് ഭീഷണി ഉണ്ടാക്കുന്ന മുഴുവൻ ശക്തികളെയും, മതഭ്രാന്തിന് വേണ്ടി നിൽക്കുന്ന ശക്തികളെയും, പണം കൊടുത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പണം കൊടുത്ത് വോട്ട് മാറ്റുന്ന UDF പോലെയുള്ളവരെയും, വികസനത്തിനെ എതിർക്കുന്ന രണ്ടുപേരെയും, BJP UDF അവരിരുത്തേണ്ട സ്ഥലത്തിരുത്തി മൂലക്കിരുത്തി യഥാർത്ഥ ജനതയുടെ ശക്തി എന്താണെന്ന് ഈ ബാലറ്റ് യുദ്ധത്തിൽ കാണിക്കും എന്നുള്ളൊരു സംശയമില്ല. LDF ഉറപ്പാണ്.